നമസ്കാരം. മലയാളം ടി വി ലൈവിലേക്ക് സ്വാഗതം. 2020 മാർച്ച് 20 വെള്ളിയാഴ്ച പുലർച്ചെ 5 മണി. 4 പേരെ കൊലമരത്തിന് ചുവട്ടിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ കൊണ്ടുപോവുകയാണ്. അതിൽ 2 പേർ നിലവിളിക്കുന്നുണ്ട്. ഞങ്ങളെ കൊല്ലരുതേ എന്ന് ആ ഉദ്യോഗസ്ഥന്റെ കാലിൽ വീണ് അപേക്ഷിക്കുന്നുണ്ട്. മറ്റൊരാളാകട്ടെ താൻ ചെയ്തു പോയ ആ കൊടുംകുറ്റത്തിന് ആ ഉദ്യോഗസ്ഥനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ 4 പേരെയും അല്പം ബലം പ്രയോഗിച്ച് തന്നെ കൊലമരത്തിന് ചുവട്ടിലേക്ക് ആ ഉദ്യോഗസ്ഥൻ കൊണ്ടുപോകുന്നു. 2012 ഡിസംബർ 16 ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു രാത്രിയിൽ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയാണ്. ബലാത്സംഗത്തിന് ഇരയാവുക മാത്രമല്ല, അതിദാരുണമായി അവളെ കൊന്ന് റോഡരികിലേക്ക് വലിച്ചെറിയുകയാണ്. ഇന്ത്യയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ആ കൊടും പാതകം ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ഇന്നും ഒരു വിങ്ങലായി, ഒരു തേങ്ങലായി നിലകൊള്ളുകയാണ്. ഈ വിധി നടപ്പാക്കുന്നതിന് ഉറപ്പിക്കുന്നതിന് വേണ്ടി വൻ ജനക്കൂട്ടമാണ് ആകാംക്ഷാഭരിതരായി നിലകൊള്ളുന്നത്. ഇന്നേക്ക് 4 വർഷമായി നിർഭയയുടെ കൊലപാതകികളെ തൂക്കിലേറ്റിയിട്ട്. 7 വർഷം നീണ്ടുനിന്ന നിയമയുദ്ധത്തിനൊടുവിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത് കൊടും കുറ്റവാളികളായ 4 പേരുടെ വധശിക്ഷയ്ക്കാണ്. ഈ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആളുകളാണ് ആ വെള്ളിയാഴ്ച തിഹാർ ജയിലിന്റെ മുമ്പിൽ തടിച്ചുകൂടിയത്. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരു ഡിസംബർ മാസം രാത്രി 23-കാരിയായ ഫിസിയോതെറാപ്പിസ്റ്റ് വിദ്യാർത്ഥിനിയെ ഈ 4 പേരും മറ്റു 2 പേരും കൂടി ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി മൃഗീയമായി പീഡിപ്പിച്ച് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. മൃഗീയമായി പീഡിപ്പിച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്ന കുറ്റത്തിന് പ്രതികളായ മുകേഷ് സിംഗ്, പവൻ ഗുപ്ത, വിനയ് ശർമ്മ, അഭിഷേക് താക്കൂർ, റാം സിംഗ് എന്നിവർക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ റാം സിംഗ് ജയിലിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തു. മറ്റൊരു പ്രതിയെ പ്രായപൂർത്തിയാകാത്തതിന് ദുർഗുണ പരിഹാര പാഠശാലയിലേക്കും അയച്ചു. 4 പ്രതികളുടെ വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളെല്ലാം തന്നെ ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയതോടെ പ്രതികളെ വെള്ളിയാഴ്ച രാവിലെ 5:30 തിഹാർ ജയിലിൽ തൂക്കിലേറ്റി. വ്യാഴാഴ്ച വൈകിട്ട് പ്രതികളിൽ ഒരാളായ മുകേഷ് സിംഗിനെ കുടുംബാംഗങ്ങളുമായി അവസാനമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി ജയിൽ അധികൃതർ അനുവദിച്ചു. തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രത്യേകമായി കഴിക്കണമോ എന്ന് 4 പേരോടും ചോദിച്ചു. എന്നാൽ പവനും അഭിഷേകും ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു. എന്നാൽ മുകേഷും വിനയും പയറ്, സബ്സി, ചോറ് എന്നിവ കഴിച്ചു. ഇവരിൽ ഒരാൾ മറ്റൊരാളെ കാണണമെന്ന ആവശ്യം അനുവദിച്ചില്ല. പ്രതികൾ ആരും തന്നെ തലേ ദിവസം ഉറങ്ങിയിരുന്നില്ല എന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കിയത്. പുലർച്ചെ പ്രതികളോട് കുളിക്കുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ആരും തന്നെ കുളിക്കുവാനോ വസ്ത്രം മാറുവാനോ തയ്യാറായില്ല. അവസാനമായി എന്തെങ്കിലും പ്രാർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ അതിനും പ്രതികൾ മുതിർന്നില്ല. എന്തെങ്കിലും സ്വത്ത് കൈമാറലോ സംഭാവന ചെയ്യാനോ, ജയിൽ സമയം ചെലവഴിക്കുമ്പോൾ അവർ സമ്പാദിച്ച പണം ആർക്കാണ് ലഭിക്കുക എന്നും പ്രതികളുടെ അവസാന ആഗ്രഹങ്ങളെക്കുറിച്ചും ചോദിച്ചു. എന്നാൽ ആരും അവസാന ആഗ്രഹം പ്രകടിപ്പിച്ചില്ല എന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും അധികാരികളിൽ നിന്നോ എന്തെങ്കിലും കത്തുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൂപ്രണ്ട് ഒരിക്കൽ കൂടി ഓഫീസ് പരിശോധിച്ചു. നിർഭയ കേസിലെ പ്രതികളുടെ
വധശിക്ഷ നടക്കുന്നതിന്റെ ഭാഗമായി മറ്റു തടവുകാരെ എല്ലാം തന്നെ പൂട്ടിയിട്ടു. പ്രഭാത ഭക്ഷണം വിളമ്പിയ ശേഷം പുലർച്ചെ 5 മണിയോടെ കഴുമരത്തിലേക്ക് നടത്തുമ്പോൾ അക്ഷയ് കുമാറും പവൻ ഗുപ്തയും അല്പം ബലം പ്രയോഗിച്ചു. എന്നാൽ ജയിൽ അധികൃതർ അവരെ നിയന്ത്രിച്ചു. തന്നെ കൊല്ലരുതെന്ന് വിനയ് വീണ്ടും അഭ്യർത്ഥിച്ചു. നേരത്തെ ശിക്ഷ റദ്ദാക്കിയില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇയാൾ തളർന്നു വീണിരുന്നു. മുകേഷ് ആകട്ടെ നിശബ്ദനായി. ശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടു മുമ്പ് മുകേഷ് ജയിൽ അധികൃതരോട് മാപ്പ് പറഞ്ഞു. അവസാന നിമിഷം അടുത്തതോടെ തന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് മുകേഷ് സിംഗ് പറഞ്ഞു. പ്രതികളെ തൂക്കുമരത്തിലേക്ക് പ്രവേശിക്കും മുൻപ് 4 പേരുടെയും മുഖം കറുത്ത തുണി കൊണ്ട് മറച്ചിരുന്നു. പ്രതികളിൽ ഒരാൾ തൂക്കുമരത്തിലേക്ക് കയറാൻ തയ്യാറാകാതെ കരയുകയായിരുന്നു. ഇയാളെ അധികൃതർ ബലം പ്രയോഗിച്ചാണ് തൂക്കുമരത്തിനരികിലേക്ക് കയറ്റിയത്. തൂക്കുമരത്തിനടുത്തേക്ക് അടുക്കുന്നതുവരെ വാർഡുകൾ പ്രതികളുടെ കൈകൾ പിടിച്ചിരുന്നു. ആരാച്ചാർ പ്രതികളുടെ കൈകളും കാലുകളും ചേർത്ത് പിടിച്ചു കെട്ടി. കഴുത്തിൽ കയറിട്ട് മുറുക്കി. അതോടെ തടവുകാരുടെ അടുത്തു നിന്നും വാർഡുകൾ പിന്മാറി. ഇത് പൂർത്തിയായപ്പോൾ കൃത്യം 5:30 സൂപ്രണ്ട് സിഗ്നൽ നൽകി. ആരാച്ചാർ പവൻ ചിന്നാദ് ലിവർ വലിച്ചു. പുലർച്ചെ 5:30 വധശിക്ഷ പൂർത്തിയാക്കിയതായും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തതായും അധികൃതർ കോടതിയെ അറിയിച്ചു. ശിക്ഷിക്കപ്പെട്ടവരുടെ ബന്ധുക്കളെയൊന്നും വധശിക്ഷയ്ക്ക് സാക്ഷിയാക്കാൻ അനുവദിച്ചിരുന്നില്ല. വധശിക്ഷയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ 10ഓളം കോൺസ്റ്റബിൾമാർ, വാർഡുകൾ, ജയിൽ സായുധ ഗാർഡുകൾ എന്നിവർ ഉണ്ടായിരുന്നു. ജയിലിൽ കഴിയുമ്പോൾ സമ്പാദിച്ച പണത്തിനൊപ്പം വസ്ത്രങ്ങൾ, മറ്റു ലേഖനങ്ങൾ ജയിൽ അധികൃതർ കുടുംബാംഗങ്ങൾക്ക് കൈമാറി.